ഈ ബക്കറ്റ് ചരിച്ചിട്ടിട്ട് എന്താ പരിപാടി എന്ന് വിചാരിക്കണം. ആ കാണുന്നുണ്ടോ, അതാണ് കൂർക്ക. അപ്പോൾ കഴിഞ്ഞ തവണ കുഴിച്ചിട്ട കൂർക്കയാണ് കേട്ടോ അത്. അപ്പോൾ അത്യാവശ്യം കൂർക്ക ഉണ്ട് തോന്നുന്നു, പുറത്തേക്കൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ അതൊന്ന് വിളവെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും തിരുവാതിരക്കയില്ലേ, നമ്മുടെ പുഴുക്കിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്ത കൂർക്കയും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പ് ചവറൊക്കെ അതിൻ്റെ മുകളിലുള്ളതൊക്കെ പറിച്ചെടുത്തിട്ട് ആ ബക്കറ്റ് മൊത്തത്തിൽ നാശമാക്കിയിട്ടാട്ടോ ഞാൻ ആ മണ്ണ് മൊത്തം ഒന്ന് പുറത്തെടുത്ത്. പിന്നെ വെള്ളമൊന്നും അധികം കിട്ടാത്തതുകൊണ്ട് നല്ല കല്ല് പോലെ ഉണ്ടായിരുന്നു കേട്ടോ മണ്ണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുത്തിയിളക്കുക. എൻ്റെ വിചാരം ഇത് താഴത്തോട്ടൊക്കെ നല്ലോണം കൂർക്കുണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല, ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ നട്ടതിന് കൂർക്ക കിട്ടിയെന്ന് പറയാൻ കുറച്ച് കിട്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ നല്ല ഉറുമ്പായിരുന്നു കേട്ടോ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ആ കൂർക്ക മൊത്തം എടുത്തുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു കുഞ്ഞ് പാത്രത്തിലിട്ട് വെച്ചിട്ടാണ്. കുറച്ചുള്ളൂ ആകെ. അപ്പോൾ ഞാൻ കുറച്ച് വലുതൊക്കെ ഉള്ളത് മേലെ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ താഴെയുള്ളതൊക്കെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു പുഴുക്കിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ തിരുവാതിരയ്ക്ക് പുഴുക്കുണ്ടാക്കണം. അപ്പോൾ തിരുവാതിരേൻ്റെ വീഡിയോ അടുത്ത് തന്നെ ആയിട്ട് വരും കേട്ടോ.